നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 സീസണിനുള്ള ഒരുക്കത്തിലാണല്ലോ ഇൻ്റർ മയാമി നാളെ തുടങ്ങുകയാണ്. പുതിയ സീസണിലുള്ള ഒരുക്കങ്ങൾ നാളെ തുടങ്ങുന്നു. കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങളൊന്ന് നോക്കുകയാണ്. ഇൻ്റർ മയാമിയുടെ പ്രീ സീസൺ മത്സരങ്ങളുടെ ഷെഡ്യൂളൊക്കെ നേരത്തെ അവർ പുറത്തുവിട്ടതായിരുന്നല്ലോ. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരപ്രകാരം നാളെ ടീം അസംബ്ലിയും അതിനുശേഷം പതിയെ കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഇൻ്റർ മയാമീസ് പ്ലേയേഴ്സ് ആർ ഷെഡ്യൂൾഡ് ടു റിട്ടേൺ ഏർലിയർ ഇൻ ജാനുവരി വിത്ത് ഫിസിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് പ്രീ സീസൺ ട്രെയിനിങ് ബിഗിനിങ് ദി വീക്ക് ഓഫ് ജനുവരി 12 എന്നാണ് പറയുന്നത്. അതായത് ഈ നാളെ മുതലുള്ള ആഴ്ചയിൽ അവർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങളിൽ പ്രിപ്പറേഷൻ ഒരു 10-12 ആഴ്ച 12 ദിവസം ആഴ്ചയല്ല 2 ആഴ്ചക്കാലം 10-12 ദിവസക്കാലമൊക്കെ അവർക്ക് ഒരു പ്രീ സീസൺ ട്രെയിനിങ് ഒക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അവർ പ്രീ സീസൺ മത്സരങ്ങളിലേക്ക് കടക്കും. ജനുവരി 24-നാണ് ആദ്യ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് അലിയൻസ ലിമ എന്ന് പറയുന്ന ക്ലബിനെതിരെ, പെറുവിലെ ക്ലബ്ബാണ്, അവർക്കെതിരെ ജനുവരി 24-ന് ഇൻ്റർ മയാമി കളിക്കും. അതിനുശേഷം ജനുവരി 31-ന് അത്ലറ്റിക്കോ നാസിയോണൽ എന്ന ക്ലബിനെതിരെ, കൊളംബിയൻ ക്ലബ്ബാണ്. ആ മത്സരം നടക്കുന്നത് മെഡലിനിലാണ്. ഇൻ്റർ മയാമിയും അത്ലറ്റിക്കോ നാസിയോണലും തമ്മിൽ കളിക്കും. അതിനുശേഷം ഫെബ്രുവരി 7-നാണ് ഇൻ്റർ മയാമിയും ബാഴ്സലോണ SCയും തമ്മിൽ കളിക്കുന്നത്. ഇത് ഇക്വഡോറിയൻ ക്ലബ്ബാണ്. FC ബാഴ്സലോണയല്ല, ബാഴ്സലോണ SC. ഏതാണ്ട് സാമ്യതയുള്ള ലോഗോ ഒക്കെ ആയിരിക്കും അവരുടേത്. ഏതായാലും അതിൻ്റെ കാരണമൊക്കെ എന്തുകൊണ്ട് ആ ക്ലബ്ബിന് അങ്ങനെ പേര് വന്നു, എന്തുകൊണ്ട് അതുപോലുള്ള ലോഗോ, ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഗയാക്കിലുള്ള ഇക്വഡോറിയൻ ക്ലബ്ബായിട്ടുള്ള ബാഴ്സലോണ SCക്കെതിരെ ഫെബ്രുവരി 7-ന് അവർ അടുത്ത മത്സരം കളിക്കും. ഇതാണ് ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ ഒരു പ്രീ സീസൺ ഷെഡ്യൂളുള്ളത്. ഏതായാലും നാളെ മുതൽ കാര്യങ്ങൾ ആരംഭിക്കും എന്നുള്ളത് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. 2026 എന്ന് പറയുമ്പോൾ മയാമിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. നിലവിലെ MLS ചാമ്പ്യന്മാരാണ്. കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പാണ് അവരുടെ ലക്ഷ്യം. ഹോർഗെ മാസ് അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ മികച്ച കുറച്ച് സൈനിങ്ങുകൾ ഇപ്പോൾ അവർ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും സൈനിങ്ങുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.